ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒപ്പം നിന്നിരുന്ന രാഷ്ട്രങ്ങൾ പോലും എതിർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന UN അസംബ്ലിയിൽ നെതന്യാഹു സംസാരിക്കാൻ വരികയും നെതന്യാഹുവിന് കൂക്കുവിളി കേൾക്കുകയും മറ്റു രാഷ്ട്ര തലവന്മാർ എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ ഫലസ്തീൻ ഒരു പരമാധികാര രാജ്യമാവണം എന്ന് പറഞ്ഞ് ശക്തമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ എഴുന്നേറ്റ് പോയതിൽ പല രാഷ്ട്ര തലവന്മാരുണ്ട്. ഇത് മതങ്ങൾക്ക് ഇതില്ല, കാരണം എല്ലാ മതസ്ഥരും ഉണ്ട് അതിൽ. ഹിന്ദു, മുസ്ലിമാനും ക്രിസ്ത്യാനും എല്ലാ മതസ്ഥരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ. വെറുക്കപ്പെട്ട സംവിധാനവും ഏതാണ് എന്ന് ചോദിച്ചാൽ ലോകത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഈ UN അസംബ്ലി കണ്ടാൽ അതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടും. UN അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ പ്രസംഗിച്ചു. പക്ഷെ അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ സ്വഭാവമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നേതാവ് പീഠത്തിലേക്ക് കയറി പ്രസംഗിക്കാൻ നിൽക്കുന്നതോടുകൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരുന്നതോടുകൂടെ മറ്റൊരു ഭാഗത്ത് ആളുകൾ എണീറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മാസ് വാക്കൗട്ട്. പ്ലീസ് ഓർഡർ ഇൻ ദി ഹാൾ. ഈ പോകുന്നതെല്ലാം ഓരോ രാഷ്ട്രത്തിന്റെയും പ്രതിനിധികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ഒരു സംഭവം നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രം എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെയുള്ള ഒരു സംവിധാനം ലോകത്ത് നമുക്ക് വേറെ കാണാൻ സാധിക്കുമോ? കാരണം ഇതിലൊന്നും മതങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ കൂട്ടത്തിൽ ക്രൈസ്തവരുണ്ട്, ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ, മാത്രമല്ല നെതന്യാഹുവിന്റെ ഇത്തരത്തിലുള്ള ക്രൂര നീക്കങ്ങൾക്കെതിരെ ജൂതന്മാരടക്കം ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഒരു മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ പിന്തുണ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല എന്താണ് ഇതിന്റെ കാരണം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ ലോകത്ത് മനുഷ്യരെ കൊന്നതിന്റെ പേരിൽ, കുട്ടികളെ കൊന്നതിന്റെ പേരിൽ, സ്ത്രീകളെ കൊന്നതിന്റെ പേരിൽ ഒരു വ്യക്തി ഇത്രയും ലോക സമൂഹം ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രത്തിൽ അപഹാസ്യനാവുക എന്നത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയൊക്കെ ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അനക്കമില്ലാതെ കണ്ടാമൃഗത്തിന്റെ തൊലിയുമായി മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തിന്റെ നേതൃത്വമാണ് ലോകത്തിന് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ ലോകത്തിന് ലജ്ജയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിന് ലോകത്ത് നിന്ന് എവിടെന്നെങ്കിലും പിന്തുണയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും ഒക്കെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പൂർണ്ണാധികാരമുള്ള രാഷ്ട്രത്തിന് വേണ്ടി ഇതുവരെ സംസാരിച്ചിരുന്നില്ല. ഫലസ്തീൻ വേണമെന്ന് പറയുമ്പോൾ പോലും ഒരു പരമാധികാരമുള്ള ഒരു ഫലസ്തീനിനെ അവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യുകയോ ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടായി എന്നത് ലോകം ഇവരുടെ ക്രൂരത എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ വ്യക്തമായ തെളിവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും ശക്തമായ രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം സ്വതന്ത്രമായ ഒരു പരമാധികാര രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ കേരളത്തിലെ മറുനാടൻ, മലയാളി, ഇങ്ങനെയുള്ള ഏതാനും ചില ഓൺലൈൻ ചാനലുകളിലുള്ള വ്യക്തികൾ മാത്രമായി പരിമിതപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ലോകത്ത് വലിയ പിന്തുണയൊന്നും ഈ ഇസ്രായേലിനോ അല്ലെങ്കിൽ നെതന്യാഹുവിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കോ ഇല്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.